സുഭാഷ് ബാബു സാർ, ഈ അന്വേഷണം അത് വഴിതിരിച്ച് വിടുകയാണോ എന്നൊരു സംശയം ഉണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ കൽപ്പറ്റ DYSP മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യം അതിവിടെ പ്ലേ ചെയ്യുകയുണ്ടായി. ഇന്നലെ വളരെ സജീവമായി SFIയുടെ നേതൃത്വത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട DYSP കൽപ്പറ്റ DYSP TN സജീവ ഇന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നു. സത്യസന്ധമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുമോ എന്ന് സംശയമുണ്ട്. ഈ പൂക്കോട് ക്യാമ്പസിൽ നടന്ന ഈ ദാരുണ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം റാഗിങ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള രീതിയിൽ ശക്തമായൊരു നിയമവും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റിൻ്റെ സർക്കുലറുകളും കേരള പോലീസ് തന്നെ വളരെ വിശദമായിട്ട് 2009 സർക്കുലറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇത്ര ശക്തമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം, അതായത് ഒരു പ്രിവെൻറ്റീവ് ആക്ഷന് വേണ്ടിയിട്ട്, റാഗിങ് പ്രിവെൻറ്റീവ് ആക്ഷന് വേണ്ടി ഇത്ര മാത്രം പ്രിവെൻറ്റീവ് ആക്ഷനുള്ള സംവിധാനങ്ങൾ വേണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു നിയമം വേറെ നമ്മുടെ രാജ്യത്തില്ല, നമ്മുടെ കേരളത്തിലില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള ദയനീയമായ അവസ്ഥയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഇതിനിപ്പം കോളേജ് തലത്തിൽ കമ്മിറ്റി വേണം, അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ വേണം, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ വേണം, അതുപോലെ സ്റ്റേറ്റ് തലത്തിൽ ഇതിനൊക്കെ മോണിറ്ററിംഗ് ഉണ്ട്. അതിന് കൃത്യമായ രീതിയിൽ അവലോകനം നടക്കണം എന്നൊക്കെ പറയും. ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ വൈകല്യങ്ങളും ഇതേമാതിരിയുള്ള അക്രമ പ്രവർത്തനങ്ങളും അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാവും. അതിനേക്കാൾ ഉപരി എന്താണെന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾക്ക് പ്രാവീണ്യം അവരുടെ ഭാവിയുടെ സുലഭമാക്കുന്നതിന് വേണ്ടി ആവശ്യമായ അറിവും അതേമാതിരിയുള്ള മറ്റ് രീതിയിലുള്ള കഴിവുകളും സമ്പാദിക്കുക എന്നാണ്. അതിനോടൊപ്പം തന്നെ ജനാധിപത്യ ക്രമങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേമാതിരിയുള്ള എലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി ആക്റ്റുകളിലൊക്കെ പറയുന്ന ഇതേമാതിരി ആഭാസ രാഷ്ട്രീയമൊന്നും നമ്മുടെ ക്യാമ്പസുകളിൽ അനുവദിച്ചിട്ടില്ല എന്നാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. ആക്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് മാറ്റാൻ ആർക്കും സാധിച്ചില്ല. മാറ്റിയാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി അത് കാഷ് ചെയ്യും. അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാലും തന്നെ ഇതേമാതിരി ആഭാസ രാഷ്ട്രീയമാണ് നമ്മളെ സംബന്ധിച്ചോളം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആർക്കും ഇതിന് ഒരു വ്യത്യാസം വന്നിട്ട് ഇതിനൊരു പരിഷ്കൃത സമൂഹമാക്കി ഈ വിദ്യാർത്ഥികളെ മാറ്റണം, അല്ലെങ്കിൽ ഈ അക്രമത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കണം എന്നുള്ള ആത്മാർത്ഥമായ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ അറിയാം, മുമ്പ് തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ കരാവോ കുറ്റമല്ല, ക്യാമ്പസിനുള്ളിൽ പോലീസ് കയറുന്നതെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാമല്ലോ. വളരെ കോലാഹലം നടന്ന് ഞാനൊക്കെ സർവീസിലിരിക്കുന്ന അവസ്ഥ ഞങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടി. അവസാനം ക്യാമ്പസുകളിൽ അടിക്കടിക്ക് കൊലപാതകങ്ങൾ നടന്നപ്പം കോടതി തന്നെ പറഞ്ഞു അതുകൊണ്ട് ഇത് പറ്റില്ല, ഇത് ഒഴിവാക്കണം, പോലീസിന് കയറാം, പിന്നെ ക്യാമ്പസിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പലിൻ്റെയോ അധികാരിയുടെയോ ഉത്തരവൊന്നും ആവശ്യമില്ല എന്നൊക്കെ. അതൊന്ന് നിയമപരമായിട്ട് ശരിയായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എന്നാലും ശരി, അതൊക്കെ മാറ്റി നമ്മൾ കൊണ്ടുവന്നിട്ട് ക്യാമ്പസിനെ കുറച്ചുകൂടെ അച്ചടക്ക പ്രക്രിയയുടെ വാൾമുനയിൽ നിർത്താൻ ഉതകുന്ന രീതിയിലുള്ള സംവിധാനമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ റാഗിങ് ഒക്കെ കാര്യമായിട്ട് വരാൻ തുടങ്ങിയും. റാഗിങ് ഒരു പരിധി വിട്ടതോട് കൂടിയിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മളിപ്പോൾ സംബന്ധിച്ച് റാഗിങ് ആക്ടിലെ റാഗിങ് എന്ന് പറയുന്നൊരു ഡെഫിനേഷനും അതുപോലെ തന്നെ റാഗിങ്ങിൻ്റെ പണിഷ്മെൻറ്റും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇതും പിന്നെ കുട്ടികളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നും അവനെ കൺവിഷനായ ഡിസ്മിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് ആക്ടിനകത്ത് നിർവഹിച്ചിട്ടുണ്ട്. ഈ സംവിധാനം അനുസരിച്ചൊക്കെ ആണെങ്കിൽ ആകെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ഒരു ആൻറ്റി റാഗിങ് കമ്മിറ്റി ഉണ്ട്. ഇവരറിയണ്ടേ ഇങ്ങനെയുള്ള സംവിധാനം നടക്കുമ്പോൾ? അവിടെ അടിക്കടി എന്താന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെ ഒരു വിദ്യാർത്ഥി വിഭാഗം മാത്രമേ ഉള്ളൂ. അവർക്ക് എതിരായി പ്രവർത്തിക്കാൻ ആരെ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അതിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെ അവരോട് സഹകരിച്ച് പ്രവർത്തിക്കാത്ത, അവരാവശ്യപ്പെടുന്ന രീതിയിൽ അവരോടൊപ്പം പങ്കുചേരാത്ത ആളുകളെ എതിർക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിരം സംവിധാനം അവിടെ ഉണ്ട്. അതൊക്കെ റാഗിങ്ങിൻ്റെ ഭാഗമാണല്ലോ. കാരണം ആ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ അവമാനിക്കുകയും അവമതിപ്പെടുത്തുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്നതിനാണല്ലോ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ റാഗിങ്. അത് പ്രത്യേകിച്ച് സീനിയേഴ്സ് ആയുള്ള വിദ്യാർത്ഥികൾ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അതായത് വയനാട്ടിലുള്ള ഈ കോളേജിൽ തന്നെ നടക്കുന്നത് നമുക്ക് ഒരുപാട് തരും. അവിടുത്തെ ഇപ്പോൾ പത്രപ്രവർത്തകരോട് ചോദിച്ചു ജൂലൈ മുതൽ 2022 ഏപ്രിൽ വരെയുള്ള റാഗിംഗ് കേസുകൾ, അതിൻ്റെ മൊത്തം ലിസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 310 കേസുകളാണ് സർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും റാഗിംഗ് നടക്കുന്നുണ്ട്.
ഒരുവിധ എല്ലാ സർക്കാർ കോളേജുകളിലും സ്വകാര്യ കോളേജുകളിലും ഇത് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ടും എന്തുകൊണ്ട് തടയാൻ പറ്റുന്നില്ല? ആരുടെ ആണ് വീഴ്ച? താല്പര്യമില്ല, ഇച്ഛാശക്തിയില്ല. അത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ തന്നെ അവരെയൊക്കെ പിന്നെ വിദ്വേഷത്തിൻ്റെ പരിവേഷത്തിൽ ഭീതിപ്പെടുത്തി ആ ഭീതിയുടെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകരെയും അതുപോലെ തന്നെ ഈ റാങ്കിങ് കമ്മിറ്റിയിലുള്ള ആളുകളെയും അതേമാതിരി തന്നെ അവിടുത്തെ പ്രിൻസിപ്പലോ ആരാണ് അതിൻ്റെ അധികാരി എന്ന് പറഞ്ഞ് അവരെയൊക്കെ ഇതേമാതിരി വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ആരായാലും ശരി ആ സംവിധാനങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ വരുതിക്ക് നിർത്തുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്താണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ കോളേജിലുള്ള അധ്യാപകർ അറിയില്ലേ, അതനുസരിച്ച് പ്രിൻസിപ്പൽക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? അങ്ങനെ അല്ലാതെ ഒരു കോളേജ് നമ്മുടെ ഏതെങ്കിലും സ്ഥലത്തുണ്ടെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ ഒരുപാട് പല കോളേജുകളിൽ പഠിച്ച ആളുകളല്ലേ. അങ്ങനെ നമ്മളെ സംബന്ധിച്ചറിയാം, അവിടെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായാൽ തന്നെ അവിടുത്തെ അധ്യാപകർ എന്തായാലും അറിയും. കാരണം ഈ അധ്യാപകരുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധവും സ്നേഹവും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ സൽപ്പേര് നിലനിർത്തണമെന്നും പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ പറഞ്ഞു കൊടുക്കും, സാർ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് അതേ സമയത്ത് തന്നെ നടപടി സ്വീകരിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭീതിയുടെ നിഴലിലായിരിക്കും. അവരോട് നമ്മൾ അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്താ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഞങ്ങളാണ് സാർ ബുദ്ധിമുട്ടേണ്ടതെന്നാണ് നമ്മളോടൊക്കെ പറയുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവിടെ കൊടുക്കുന്നതിന് അധ്യാപകരെ സംബന്ധിച്ചോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു അനോണിമിറ്റി, അതായത് ആരാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയാത്ത രീതിയിൽ ആ സംഭവം പോലീസിൽ അറിയിക്കുക. പോലീസിൽ തന്നെ ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ ഇതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി നിർബന്ധമാണ്. ആ കമ്മിറ്റി ഇതേമാതിരി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ വർഷവും ഇതേമാതിരി ആൻറ്റി റാങ്കിങ് കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാവണമെന്നും അവിടുത്തെ ഓരോ സംഭവങ്ങളെ സംബന്ധിച്ച വിവരം അവർ കോളേജിൽ നിന്നും അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ഇൻ്റലിജൻസ് കളക്ഷനിലൂടെ അവരത് മനസ്സിലാക്കണമെന്നും അതിന് സത്വരമായ നടപടിയെടുത്തതും അതുപോലെ തന്നെ അക്രമരഹിതമായ റാഗിംഗ് രഹിതമായ ഒരു ക്യാമ്പസ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളതിന് എല്ലാ സംവിധാനങ്ങളും അവർക്കുള്ള അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് ശ്രീ അനിൽ നിമ്പാർ ചോദിച്ചതിൻ്റെ ഉത്തരം. കാരണം അവർക്കതിൻ്റെ താല്പര്യമില്ല. അത് ചെയ്യണമെങ്കിൽ ആർക്കാണ്? ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആളുകളെ കുട്ടികൾക്ക് എന്തായാലും താല്പര്യമുണ്ട്. കാരണം പഠിക്കാൻ വരുന്ന കുട്ടികൾ 50% ശ്രീ മോഹൻദാസ് പറഞ്ഞിരുന്നു. അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് 75% 80% പിള്ളേർ പഠിക്കാൻ വരുന്ന പിള്ളേരാണ്. ആ പഠിക്കാനില്ലല്ലേ ഇതേമാതിരി ഈ രാഷ്ട്രീയം കളിക്കാൻ വരുന്ന കുട്ടികളില്ല. അതുപോലെ നമ്മുടെ ഈ ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം ഏത് രീതിയിലാണ് വിദ്യാർത്ഥികൾ ജനാധിപത്യക്രമം പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വിവക്ഷിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള സംവിധാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ആ സാധിക്കാത്തത് രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ തകരാറാണ്. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതേമാതിരി കുട്ടികളെ അടുത്ത കേഡറായിട്ടുണ്ടാകുകയും അവർക്ക് വരുതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു സംവിധാനം. ഇതെന്തായാലും രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി കുട്ടികളെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയത്തിന് സീനിയർ ലീഡേഴ്സ് ഇതൊക്കെ നോക്കട്ടെ. കുട്ടികൾ ഈ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പൊതു രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് ഇവർ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും അവരെ തള്ളിവിടുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ സർവത്ര കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഈ പക്വതകളല്ലാത്ത അതിപ്പോൾ മിക്കവാറുമുള്ള ആളുകൾ 18 വയസ്സിന് താഴെയുള്ള ആളുകളാണല്ലോ അധികം ഉണ്ടാകുന്നത് പഠിക്കുന്നതിൽ. പിന്നെ 21 വയസ്സാകുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകും. പിന്നെ പ്രൊഫഷണൽ കോളേജിലാകുമ്പോൾ അധികം ആളുകളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. അപ്പോൾ 21 വയസ്സാകുന്നതിന് മുമ്പുള്ള 18 വയസ്സ് വരെയുള്ള സമയത്താണ് ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള ഇതേമാതിരിയുള്ള ഈ കുട്ടിക്കുരങ്ങന്മാരുടെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വിവേകം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്കില്ല. നിയമമുണ്ട്, നിയമത്തിനകത്തുള്ള നിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനം ക്ലിപ്തമായിട്ടുണ്ട്. എന്നിരുന്നിട്ടും 300-ലധികം റാഗിങ് കേസുകൾ നമ്മൾ 9 അല്ലെ 10 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അതിൻ്റെ ഒരു എങ്ങനെ വന്നാലും ഒരു 10 ഇരട്ടിയും കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അധികം സ്ഥലത്തും എന്താ ചെയ്യുന്നത്, ഇത് പ്രശ്നമാകും, പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ എന്ത് ചെയ്തും കാലും കൈ പിടിച്ച് എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നത്. അതിനെ എല്ലാവരും സഹായിക്കും. അതൊക്കെ ചെയ്തോട്ടെ, പക്ഷേ വില ആവർത്തിക്കാതിരുന്നാൽ ഒരു സംഭവം ഉണ്ടായി ഇതേമാതിരി ഇത് സാധാരണ സംഭവമാണ്.
ഇതൊരു ക്രൂരത എന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായിട്ട് നിഷ്ഠൂരമായിട്ട് ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവരെ സംബന്ധിച്ചുള്ള അവരെ ലാഘവത്തോടുകൂടി പോലീസ് കൈകാര്യം ചെയ്യും. DYSPയുടെ ആദ്യത്തെ പത്രക്കാരുമായിട്ട് അതിനെ സംബന്ധിച്ച് ഈ കേസിനെ സംബന്ധിച്ച് പറയുന്നത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു ആൾക്കൂട്ടി ആക്രമണമാണ്, ഇതിനാണ് പരസ്യ വിചാരണയാണ്. ആ നഗ്നനായിട്ട് നിർത്തിയതിന് ശേഷം 130-ലധികം കുട്ടികളുള്ള സ്ഥലത്ത് നിന്ന് ആ കുട്ടിയെ മർദ്ദിച്ചിരുന്നു, ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു. ഇതൊക്കെ ആ DYSPയുടെ നാവിൽ നിന്ന് പുറത്തു വന്നാണ്. അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ പോസ്റ്റിലിരിക്കാൻ അർഹനല്ല. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും അയാളുടെ പദവിക്കിരിക്കണമെങ്കിൽ അയാൾ ചെയ്യുന്ന സത്യസന്ധമായി ജോലി ചെയ്യണമെന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നിയമപരമായിട്ട് വിധേയത്വം. അതിന് വിപരീതമായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയരുത് എന്നുള്ള പോട്ടെ, അങ്ങനെ സത്യസന്ധമായ കാര്യം പറഞ്ഞേച്ച് അത് കഴിഞ്ഞ് അത് അങ്ങനല്ല എന്ന് പറയുമ്പം ആ മനുഷ്യനെയൊക്കെ എങ്ങനെ വിശ്വസിക്കുക? അങ്ങനെയുള്ള ആളുകളൊക്കെ പോലീസ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് അല്ലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടത്? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടുത്തെ ആഭാസകരമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ഉത്തേജനം നൽകുന്നത് അവരാണ് ഇവർക്ക് വേണ്ടി പരിപോഷക സംവിധാനമായിട്ട് പോലീസിൻ്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ മാറുന്നു എന്നുള്ളതും ഇതിനകത്ത് വളരെയുണ്ട്. ഈ നിയമത്തെ സംബന്ധിച്ച് നിയമം അതിൻ്റെ കരാളഹസ്തത്തിനോട് കൂടി പ്രവർത്തനക്ഷമമാതിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ നിയമത്തിൻ്റെ കാർക്കശ്യം കണ്ടാൽ മനസ്സിലാകും. ആ ക്യാമ്പസ് ഇലയനങ്ങാൻ ഈ റാഗിങ് സംബന്ധിച്ച പ്രശ്നങ്ങളിൽ ഇലയനങ്ങാൻ പോലും സാധിക്കില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. അങ്ങനെ ശക്തമായ ഒരു സംവിധാനം ഇത് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ പോക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ധാരണ സംഭവം ഇത് ശ്രീ മോഹൻദാസ് പറഞ്ഞ മാതിരി ഇത് ലോകത്തൊരാളും വിശ്വസിക്കില്ല. കാരണം നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് സംഭവം നടന്നു എന്ന് പറഞ്ഞു. ഞാനും ആദ്യം സംശയം ഉണ്ടായിട്ട് വിളിച്ച് ചോദിച്ചു, അല്ല ഇത് ഈ സംഭവം ഇങ്ങനെ ഇത്രയൊക്കെ പരസ്യ വിചാരണയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് ശരിയാണോ എന്ന്. ഞാൻ അവിടെ ഒരു റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ വയനാട്ടിൽ ഈ വൈത്തിരി തന്നെയുള്ള ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് സാർ, ഇത് സ്ഥിരമായിട്ടുള്ള സംഭവം അവിടെ. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കുറേ പഴയ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. എന്തുകൊണ്ടാണ് അവർ നടക്കുന്നത്, അവിടുത്തെ കുറേ അധ്യാപകർ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്, കുറേ അധ്യാപകർ ഭയന്നിട്ടാണ് നിൽക്കുന്നത്. അത് ചില രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വം ഇതിനകത്ത് സജീവമായിട്ട് പങ്കാളികളാവുന്നുണ്ട്. അതിന് ഒരുപാട് വിലങ്ങുതടികളും വിലക്കുകളും ഈ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. നമുക്കറിയാം നേരത്തെ അവിടെ പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ട് അവരെയൊക്കെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയും അതൊക്കെ ചെയ്തിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു ഏതാണ്ട് അർത്ഥഭീതി അവസ്ഥയിലാണ് അവിടെ ഉള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ശരി, ഇതിനകത്ത് ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലീസിന് സാധിക്കും. ആ ഉദ്യോഗസ്ഥരും അതായത് കോളേജ് ക്യാമ്പസിലുള്ള പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരും ഈ റാഗിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിലെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയും സംയുക്തമായി ശ്രമിക്കുകയാണെങ്കിൽ ആ പരിസരവാസികൾ പ്രത്യേകിച്ച് അവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ എല്ലാം അറിയാം ഇതെന്താ നടക്കുന്നതെന്ന്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കാണാൻ കഴിയും. ആവശ്യമില്ല എന്നുള്ളതിന് അതിനെ സംബന്ധിച്ചുള്ള അവർക്കൊരു അർപ്പണബോധമില്ല. അതുപോലെ തന്നെ ഇതിനൊരു നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യക്കുറവാണ്. അവരുടെ ജോലിയിലുള്ള അമാന്തമാണ് ഇത് കാണിക്കുന്നത്. അതിനൊരു പരിഹാരമാണ് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. റാഗിങ്ങിനെതിരെയുള്ള നിയമമുണ്ട്, പക്ഷേ ആ നിയമം നടപ്പിലാക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നില്ല. വേലി തന്നെ വിളവ് തിന്നാൽ എന്താ ചെയ്യും? ഡോക്ടർ ജയരാജ്, മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. SFIക്കാരും DYFIക്കാരും CPMകാരും ഒക്കെ ഇത് വിളിച്ച് പാടാറുണ്ട്. പക്ഷേ പറയുന്നതൊന്ന്, പ്രവൃത്തി നേരെ മറിച്ച്. മനുഷ്യനോട് അനുകമ്പ കാണിക്കുക, സഹജീവികളോട് അനുകമ്പ കാണിക്കുക, മാനവികത അത് ഉയർത്തിപ്പിടിക്കുക, അതൊക്കെയാണല്ലോ മാർക്സിസം. അങ്ങനെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ നോക്കൂ, മനുഷ്യനോട് അനുകമ്പ ഇല്ലാത്ത ഇവർ എങ്ങനെ മൃഗങ്ങളോട് അനുകമ്പ കാണിക്കും? ഇവരൊക്കെ നാളെ വെറ്റിനറി ഡോക്ടർമാരായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടവരാണല്ലോ. കാടത്തം മാത്രമല്ല ഫാഷിസത്തിനൊക്കെ എതിരാണല്ലോ SFI. പക്ഷേ സ്റ്റുഡൻറ്റ് ഫാഷിസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഈ സംഘടന അധപ്പതിച്ചിരിക്കുകയല്ലേ? എന്തായാലും ഈ വിഷയത്തിന് ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഒരാളായിട്ട് തന്നെ ദയവേത് കാണരുത്. ഇത്തരം പൈശാചികമായൊരു കൃത്യത്തിന് ഇതിനെ ന്യായീകരിക്കാൻ ഒരു മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും കഴിയില്ല. കാരണം ആമാതിരി ഒരു കൊലപാതകമാണ്. വളരെ വളരെ പ്രായം കുറഞ്ഞൊരു പയ്യനെ ഈ പറഞ്ഞ കണക്കൊല നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും, ആൾക്കൂട്ട വിചാരണ എന്നോ റാഗിങ് എന്നോ ബുള്ളിങ് എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും നഷ്ടപ്പെട്ടു പോയത്, പൊലിഞ്ഞു പോയത് ഒരു മനുഷ്യ ജീവനാണ്, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ്. അത് ചെയ്ത പ്രതികളെ മുഴുവൻ
അർഹമായ രീതിയിൽ അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുമ്പോൾ സ്ഥാലിപുലീഗ ന്യായം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതിനെ നമ്മൾ എങ്ങനെയാണ് റാഗിങ് നടക്കുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ക്യാമ്പസിൽ ഉണ്ടാകുന്നത്. ആദ്യമായിട്ടല്ല കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ക്യാമ്പസുകളിൽ നിരന്തരമായിട്ട് അതിശക്തമായ റാഗിങ് നിയമങ്ങൾ UGCയുടെ ഉണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ മെയിൻ ഹോസ്റ്റലിൽ നടക്കുന്നുണ്ട്? ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ഉപയോഗം തന്നെയാണ്. അതിന് ഏത് സംഘടനയുടെ പേരിലാണെങ്കിലും എന്താണെങ്കിലും ശരി തന്നെ, SFI ആയിക്കോട്ടെ, അല്ലെങ്കിൽ AAC ആയിക്കോട്ടെ, ABP ആയിക്കോട്ടെ, ഏത് സംഘടനയാണെങ്കിലും പ്രധാനമായിട്ടും ഒരു സംഘടന ഒരു ക്യാമ്പസിൽ മോണോപ്പൊളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചും ഈ ഒരു വിഷയം കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാവർക്കും ഒരു ഐ ഓപ്പണർ ആവണം. എല്ലാ മനുഷ്യർക്കും മനുഷ്യ മനസ്സാക്ഷിയെ നെട്ടിച്ച അതിഹീനമായ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട, ആത്മഹത്യ എന്ന് ഞാൻ പറയുന്നില്ല, കൊലപാതകം എന്ന് ഞാൻ പറയൂ. കാരണം ഈ 15 പേര് നിരന്തരമായിട്ട് റാഗ് ചെയ്യുകയും 150ഓളം പേര് കാഴ്ചക്കാരുണ്ടായിരിക്കുകയും ചെയ്തൊരു സംഭവമാണ് ക്യാമ്പസിൽ നടന്നത്. ഈ 150 പേരിൽ ഒരാൾ പോലും പോലീസിന് മൊഴി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രമാത്രം ടെററൈസ്ഡ് ആണ് ആ ക്യാമ്പസ് എന്ന് നമുക്ക് മനസ്സിലാവും. ഡോക്ടർ ജയരാജ്, പേരിൽ ഒരാൾ ഡോക്ടർ ജയരാജ്, മൊഴി കൊടുക്കാതെ മൂകസാക്ഷികൾ ആയതിന് കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അതിനുള്ള കാരണം ആ ക്യാമ്പസ് ഭരിക്കുന്നത് SFI എന്ന സംഘടനയാണ് സർ. അവിടെ ആ സംഘടനയെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഭയം, അധ്യാപകർക്ക് ഭയമാണ്, അവിടുത്തെ ഡീനിന് പോലും ഭയമാണ് സർ. അതുകൊണ്ടാണ് പുറത്തൊരക്ഷരം മിണ്ടരുത് എന്ന താക്കീത് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഈ സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം അനുഗമിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെത്തിയ വിദ്യാർത്ഥികളിൽ ചിലർ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ ചെവിയിൽ അടക്കം പറഞ്ഞു, ഇത് ആത്മഹത്യയല്ല. ആ പേരടക്കം പറഞ്ഞു. സിഞ്ചോ എന്ന ആ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വിചാരണ നടത്തി കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തുകൊണ്ട് ക്യാമ്പസുകളിൽ ഇത് ആവർത്തിക്കുന്നു എന്നതിന് ചോദ്യം, ഇത്തരം ക്യാമ്പസുകളെല്ലാം ഭരിക്കുന്നത് SFI ആണ്. SFIയുടെ സർവാധിപത്യമാണ് ക്യാമ്പസുകളിൽ. അപ്പോൾ അതിന് ഉത്തരവാദി SFI തന്നെയല്ലേ? അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം റാഗിങ് കേസുകൾക്ക് ഉത്തരവാദി SFI തന്നെയല്ലേ? ഇതിനകത്ത് ഇത് റാഗിങ് ആണെങ്കിലും എന്തായാലും എങ്ങനെയാണെങ്കിലും റാഗിങ് ആണെങ്കിലും അടിച്ചു കൊന്ന് കൊത്തി തൂക്കിയാലും കൊലപാതകം തന്നെയാണ്. രണ്ട് രീതിയിലും ഏത് രീതിയിൽ എടുത്താലും ഇത് കൊലപാതകം തന്നെയാണ്. ഇതിനകത്തുള്ള പ്രതികൾക്ക് കൊലപാതകത്തിന് കൊടുക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം ഇത് ചെയ്യുന്നവരറിയുന്നില്ല. ഒരു വിദ്യാർത്ഥിയുടെ പുറത്താണ് ഈ 15 പേര് അവരുടെ പരാക്രമം കാണിക്കുന്നതെന്ന്. ഈ 15 പേരും പറയുന്നത് ഞാൻ ചെയ്തത് വളരെ ചെറിയ കുറ്റമല്ലേ, ഞാൻ അവൻ്റെ പേര് മാത്രമല്ലേ ചോദിച്ചുള്ളൂ, ഞാൻ അവനെ ബെൽറ്റ് കൊണ്ട് മാത്രമല്ലേ അടിച്ചുള്ളൂ, ഞാൻ അവനെ വലിച്ചിഴയ്ക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ, ഞാൻ അവനെ അപമാനിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ, ഞാൻ അവൻ്റെ വസ്ത്രം അഴിക്കുകയല്ലേ ചെയ്തുള്ളൂ. ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ ഓരോ കേസും വളരെ ചെറുതായിട്ട് നമ്മൾ തോന്നുമെങ്കിലും ഇതിൻ്റെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് മുഴുവൻ ഉണ്ടാവുന്നത് ഈ പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ പുറത്താണ്. അതുകൊണ്ട് അത് താങ്ങാനാവാതെ ആവാം. ഒരുപക്ഷെ അത് ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തതിന് ശേഷം അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ടാകുക. എന്തായാലും വളരെ ഭീകരമായ ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഈ പറഞ്ഞ സ്ഥലത്തുണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് മുഴുവൻ റിപ്പോർട്ടുകളും ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു ജനം TV ആണെന്ന് തോന്നുന്നു ആ റിപ്പോർട്ട് ആദ്യമായി പുറം ലോകത്തേക്ക് വിട്ടത്. അതിനകത്തുള്ള വാർത്തകളും മറ്റു ചാനലുകളിലുള്ള വാർത്തകളും ഈ കുട്ടിയുടെ സിദ്ധാർത്ഥിൻ്റെ അച്ഛനും സിദ്ധാർത്ഥിൻ്റെ ബന്ധുക്കളും പറയുന്നതെല്ലാം ഞാൻ സസൂക്ഷ്മം വീക്ഷിച്ചു വരികയായിരുന്നു ഇത്രയും നേരം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഏത് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും അത് മോണോപ്പൊളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അപ്പുറത്തെ ഫാസ്റ്റ് പ്രവണതകൾ ഉണ്ടാവും. അവിടെ മനുഷ്യത്വം നശിക്കും, മനുഷ്യസ്നേഹം ഇല്ലാതാവും, സാഹോദര്യം ഇല്ലാതാവും, രാക്ഷസീയ സ്വഭാവമുള്ള ഗുണ്ടാ സംഘങ്ങളായി മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കണം. ഇനി ഒരിക്കലും ഇതുപോലൊരു സംഭവം പ്രബുദ്ധരെന്ന് അഭിമാനിക്കുന്ന 100% സാക്ഷരരെന്ന് അഭിമാനിക്കുന്ന മലയാളികളുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിലും ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും ഉറച്ച തീരുമാനമെടുക്കണം. അതിന് പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി വേണം ഇത്തരത്തിലുള്ള സ്വേച്ഛാധിപത്യ പ്രവണതകളെ മുഴുവൻ തുടച്ചു നീക്കേണ്ടത് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു വിഷമവുമില്ല. അവരുടെ കൂടെ തന്നെയാണ് ഞാനും. യെസ്, വളരെയധികം നന്ദി. കാരണം താങ്കൾ
ഈ നീചകൃത്യത്തെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഈ നീചകൃത്യത്തെ ഒരു തരി പോലും താങ്കൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. അതിൽ വലിയ സന്തോഷമുണ്ട് ശ്രീ ജയരാജ്. കാരണം താങ്കൾ ഒരു അധ്യാപകനാണ്, താങ്കൾ ഒരു രക്ഷിതാവ് കൂടിയാണ്. യെസ്, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഇപ്പോൾ നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അതാണ് പിന്നെ ഇവരിൽ ആരോപിച്ചിരിക്കുന്നത്. മാത്രമല്ല റാഗിങ് ആ കുറ്റവും ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അടുത്ത ലെവലിൽ ഇത് 302 തന്നെ ആഡ് ചെയ്യേണ്ടതല്ലേ ഇതിൽ? അതിന് ഏത് സ്റ്റേജിലാണ് അങ്ങനെ ഒരു തലത്തിലേക്ക് പോലീസ് കിടക്കുക? എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ട് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഗവർണറെ കണ്ടിരുന്നു. ഈ സിദ്ധാർത്ഥൻ്റെ ബന്ധുക്കൾ ഗവർണറെ പോയി കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയോടും അതുപോലെ ഈ സർവകലാശാല VC-യോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ രൂപം നൽകിയിട്ടുണ്ട്. അന്വേഷണം കുറേ കൂടി ഊർജിതമായി മുന്നോട്ട് പോകും, ഗത്യന്തരമില്ലാതെ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ SFIയുടെ മാനം സംരക്ഷിക്കുക, അത് ചെയ്യണം, അതവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആർഷോ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോഴും ക്യാമ്പസിലുള്ളത്. SFIയുടെ വയനാട് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഹോസ്റ്റലിൽ യോഗം നടക്കുന്നു. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു അറിയില്ല. പോലീസ് അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അവരുടെ അനുഗ്രഹാശിസുകളോടെയാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതിനെ ഇനി ആ ഒരു കൊലക്കുറ്റം ചുമത്താൻ പര്യാപ്തമായിട്ടുള്ള തെളിവുകൾ പോലീസിൻ്റെ പക്കൽ വേണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ ആത്മഹത്യ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴുത്തിൽ കുരുക്കിട്ട് മരിച്ചാലും അതുപോലെ ഈ കഴുത്തിൽ കുരുക്ക് വലിച്ച് അങ്ങനെ കൊന്ന് കെട്ടിത്തൂക്കിയാലും ഏത് രീതിയിലാണ് ഇത് മനസ്സിലാകാൻ പോകുന്നത്? ഇനിയിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണോ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ പോലീസിന് എത്താൻ പറ്റുന്നത്? അല്ല, ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ തന്നെ വളരെ വിശദമായിട്ട് ഈ ക്യാമ്പസിലെ റാഗിങ്ങിനെ കുറിച്ച് പറഞ്ഞു. എല്ലാ ക്യാമ്പസുകളിലും റാഗിങ് നടത്തുന്നു. അത് പക്ഷേ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ കേസിലും റാഗിങ് നിയമത്തിലെ 3-4 വകുപ്പുകൾ ചേർത്തിട്ട് റാഗിങ് നിരോധന നിയമത്തിൽ വ്യക്തമായ ഒരു വകുപ്പുണ്ട്. ഒരു റാഗിങ് സംഭവം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ആ സ്ഥാപനത്തിന്റെ മേധാവി ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണം എന്നാണ്. ഇവിടെ 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ സിദ്ധാർത്ഥിനെ പോലീസ് കോടതിയിൽ നൽകിയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറഞ്ഞിട്ടുള്ളത് 18ഓളം വരുന്ന പ്രതികൾ 150ഓളം വരുന്ന മറ്റു വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് പരസ്യമായി ബെൽറ്റിനടിച്ചും വയറിനടിച്ചും അതുപോലെ ശാരീരികമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ്. അപ്പൊ ഇങ്ങനെ പരസ്യമായി 150ഓളം വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് നടന്ന ഒരു കൃത്യം ആ സ്ഥാപനത്തിന്റെ മേധാവി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടി അത്ര വലിയ മണ്ടന്മാരാണോ കേരളീയ സമൂഹം? ഈ കേസിൽ പ്രതിവർഗത്തിൽ ചേർക്കപ്പെടേണ്ട ആളാണ് മൂക്കോട് വെറ്റിനറി കോളേജിന്റെ പ്രിൻസിപ്പൽ. 2, അനിൽ ചോദിച്ച ചോദ്യം. ഇപ്പൊ 306 ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമതലപ്പെടുത്തി, അതിനകത്ത് വകുപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇത് 302 ആവാം, അതല്ലെങ്കിൽ വേറെ ഏതിലേക്കും മാറാം. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടേണ്ടത്, ഇപ്പൊ നേരത്തെ ഡീനിനെ കുറിച്ച് പരാമർശിക്കുന്നു. 18-ാം തീയതി ഉച്ചയ്ക്ക് ഈ FIR അനുസരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം ലഭിക്കുന്നത് വൈകുന്നേരം 4 മണി സമയത്തോ മറ്റോ. പോലീസിന്റെ FIR അനുസരിച്ച് 12 മണിക്ക് മുമ്പോ മറ്റോ മരണം നടന്നു. അപ്പോ ഒരു വിദ്യാർത്ഥി കാണുന്ന മാത്രയിൽ ആത്മഹത്യ ചെയ്ത് കെട്ടിത്തൂങ്ങി നിൽക്കുന്നു. അങ്ങനെ നിൽക്കട്ടെ. അപ്പോ വെറ്റിനറി കോളേജ് ആണെങ്കിൽ പോലും ഒരു കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ശരീരത്ത് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്ത് ജീവനുണ്ടോ എന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തി ആയിരിക്കണമല്ലോ ആ ഡീൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് തന്നെ ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ആ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് പകരം പോലീസിനെ അറിയിക്കാതെ മറ്റാരെയും അറിയിക്കാതെ രഹസ്യമായി സിദ്ധാർത്ഥന്റെ ശരീരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് ഡീൻ കൂട്ടുനിന്നു? അപ്പൊ അവിടെ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരം അവിടെ ഒളിഞ്ഞു കിടക്കുകയാണ്. ഇതൊരു കൊലപാതകമാണെങ്കിൽ, അതായത് പരസ്യമായി, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, പരസ്യമായി സിദ്ധാർത്ഥിനെ ആക്രമിക്കാവുന്ന ഉപദ്രവിക്കാവുന്ന എല്ലാ തരത്തിലും ഉപദ്രവിച്ചിട്ട് അയാളെ സ്വതന്ത്രനായി വിട്ടുകഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകാവുന്ന കോൺസിക്വൻസസ് ഓർത്തിട്ട് ഈ പ്രതികൾ
അയാളുടെ കഴുത്തിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കി കൊന്നതാവാം. പോലീസ് ആദ്യമേ ആ സീൻ ഓഫ് ഒക്കറൻസിൽ വന്നിരുന്നുവെങ്കിൽ, അതായത് സിദ്ധാർത്ഥിന്റെ ശരീരം അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് മുൻപ് പോലീസ് ആ സീൻ ഓഫ് ഒക്കറൻസിൽ വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിനാവശ്യമായ തെളിവുകൾ പോലീസിന് കിട്ടിയേനെ. അങ്ങനെ ലഭിക്കാമായിരുന്ന തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഡീനിന്റെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥിന്റെ ശരീരം പോലീസ് വരുന്നതിന് മുൻപ്, ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് ആ ഹോസ്റ്റൽ റൂമിലെ ബാത്റൂമിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതില് കോളേജ് പ്രിൻസിപ്പൽ അതോടൊപ്പം തന്നെ ഈ ഡീൻ, ഇവർ രണ്ടുപേരും ഈ കേസിൽ പ്രതികളാകേണ്ടവരാണ്. യാതൊരു സംശയം വേണ്ട. ഒന്ന്, റാഗിംഗ് നിരോധന നിയമം അനുസരിച്ച് ശ്രദ്ധയിൽപ്പെട്ട സംഭവം 16-15 തീയതി ഇത്തരത്തിലൊരു പരസ്യ റാഗിംഗ് നടന്ന് അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ സിദ്ധാർത്ഥിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതുണ്ടായില്ല. പ്രിൻസിപ്പൽ അതിന് ഉത്തരവാദിയാണ്. നിയമപ്രകാരം അറിയിക്കാത്ത പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കേസ് പ്രതിയാക്കണം. തെളിവ് നശിപ്പിക്കാൻ പറ്റിയ പാകത്തിൽ സിദ്ധാർത്ഥിന്റെ ശരീരം അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു ശരീരം തൊട്ടു നോക്കിയാൽ, വെറ്റിനറി കോളേജിൽ ഡീനായിരിക്കുന്ന ഒരാൾക്കൊക്കെ അത്യാവശ്യം ഒരു മനുഷ്യന്റെ ശരീരം തൊട്ടു നോക്കിയാൽ ജീവനുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് വരുന്നതിന് മുമ്പ് ആരോടും പറയരുതെന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഉദ്ദേശമുണ്ടായിരുന്നു. കൊലപാതകമായിരുന്ന ഒരു സംഭവത്തെ ആത്മഹത്യയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് എത്തുന്നതിന് മുമ്പ് സിദ്ധാർത്ഥിന്റെ ശരീരം അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതില് ഞാൻ മനസ്സിലാക്കുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ കൽപ്പറ്റ ചില അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് അതർവൈസ് ലഭിച്ചിട്ടുള്ള വിവരമനുസരിച്ച് ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ, മറ്റു ബാഹ്യ ഇടപെടലില്ലാതെ പുരോഗമിക്കുകയാണെങ്കിൽ, ഓട്ടോപ്സി, കെമിക്കൽ പരിശോധന റിപ്പോർട്ട് അടക്കം വന്നാൽ ഇത് അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ കൊലപാതകം എന്ന തരത്തിലേക്ക് മാറാവുന്ന ഒരു കുറ്റമാണ്. മറ്റൊന്ന്, ഇപ്പൊ നിലവിലുള്ള നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഈ ആൾക്കൂട്ട കൊലപാതകത്തെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. കേരളത്തിന് പുറത്ത് നടക്കുന്ന ട്രെയിനില് സീറ്റിനെ ചൊല്ലി തർക്കമുണ്ടായി ആരെങ്കിലും പരസ്പരം തമ്മിൽ തല്ലി മരിച്ചാൽ അതും ആൾക്കൂട്ട കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാദോരാതെ പ്രസംഗിക്കുന്ന സാമൂഹിക സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ആരും തന്നെ, നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു സംഭവം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് പ്രതികരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ഒരാളും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് കാണുമ്പോഴാണ് കേരളം എവിടേക്ക് പോകുന്നു എന്ന് മനസ്സിലാവുന്നത്. ഏതായാലും നമ്മുടെ നിലവിലുള്ള ഇന്ത്യൻ പീനൽ കോഡിൽ ആൾക്കൂട്ട കൊലപാതകത്തെ നേരിടുവാൻ പ്രത്യേകിച്ച് വകുപ്പില്ല. ഭാഗ്യവശാൽ ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കുകയും ജൂലൈ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാകാൻ പോകുന്നതുമായ ഭാരതീയ ന്യായ സംഹിതയിൽ ആൾക്കൂട്ട കൊലപാതകത്തെ നേരിടുവാൻ ജീവപര്യന്തം വരെയും വേണ്ടി വന്നാൽ മരണശിക്ഷ വരെ നൽകാൻ പറ്റുന്ന പാകത്തിൽ ആൾക്കൂട്ട കൊലപാതകത്തെ നേരിടുവാൻ ആ ഭാരതീയ ന്യായ സംഹിതയിൽ പുതിയ നിയമവ്യവസ്ഥ എഴുതി ചേർത്തിട്ടുണ്ട്. സെക്ഷൻ 103(2) അനുസരിച്ച് ഈ കേസിനകത്ത് സത്യത്തിൽ ആൾക്കൂട്ട കൊലപാതകത്തിന് ശിക്ഷ ലഭിക്കുന്ന തരത്തിലേക്ക് വകുപ്പുകൾ ചേർക്കേണ്ടതാണ്. മറ്റൊന്നുകൂടി എനിക്ക് ചേർക്കാനുള്ളത്, ഇപ്പൊ SFI ക്യാമ്പസുകളിലെ അരാജകത്വത്തെ കുറിച്ച്, ഞാനും ക്യാമ്പസിന്റെ ഏതാണ്ട് 10 വർഷക്കാലം വിവിധ ക്യാമ്പസുകളിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടില്ല. പഴയ SFI അല്ല ഇന്നത്തെ SFI എന്ന് എല്ലാവരും പറയുന്നു. ശരിയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, 8-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോകുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിന് പേര് കൊടുത്തിരിക്കുന്നത് എന്താ? ഇന്റിഫാദ. എന്താ ഇന്റിഫാദയുടെ അർത്ഥം? എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ തീവ്രവാദ പ്രവർത്തനത്തിന് നൽകിയ, ഒളിപ്പോരാട്ടത്തിന് നടത്തിയ ഒളിയുദ്ധത്തിന് നൽകിയിരുന്ന പേരാണ് ഇന്റിഫാദ. ഒരു സാംസ്കാരിക കലോത്സവത്തിന് SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പേരാണത്. ഇന്ന് യൂണിവേഴ്സിറ്റി VC ശ്രീമാൻ മോഹൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നോടിതൊന്നും ആലോചിച്ചിട്ടില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ബന്ധപ്പെട്ടവരോട് ചോദിച്ചിട്ടുണ്ട്, വിവരം കിട്ടട്ടെ, അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുമെന്ന്. കാരണം ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥി പരിഷത്ത് ABVPയുടെ ചില ആൾക്കാർ വൈസ് ചാൻസലർക്കും ചാൻസലർക്കും അതിനെ സംബന്ധിക്കുന്ന പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനുള്ള പ്രതികരണം എന്ന നിലയ്ക്കായിരിക്കും അത് വന്നിട്ടുണ്ടാവാം. എന്തോ ആയിക്കോട്ടെ. പക്ഷെ കേരളത്തിലെ ക്യാമ്പസുകളിൽ അരാജകത്വം സൃഷ്ടിക്കുവാൻ വേണ്ടി, ക്യാമ്പസുകളിൽ മാത്രമല്ല കേരളീയ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗവും കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, താലി പൊട്ടിച്ചെറിയൽ സമരം, ചുംബന സമരം, ആർത്തവ സമരം, ഇത്തരത്തിൽ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ഈ സമരങ്ങൾക്കൊക്കെ പ്രേരണയും നേതൃത്വവും കൊടുത്തത് ആരാ? ഇവരുടെ പ്രവർത്തകരല്ലേ. ഇന്ന് ക്യാമ്പസുകളിൽ ഈ ആശയം പരാജയപ്പെടുന്ന സമയത്ത് ആയുധം കൊണ്ട് നേരിടാൻ
ആയുധം കൊണ്ട് നേരിടാൻ കഴിയാത്തൊരു സാഹചര്യം എത്തിയപ്പോൾ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസുകളിൽ അങ്ങേയറ്റം അഴിഞ്ഞാട്ടത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലാണ് SFI പ്രവർത്തിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് മദ്യം ലഭിക്കും, മയക്കുമരുന്ന് ലഭിക്കും, എല്ലാ സൗകര്യങ്ങളും SFI ചെയ്തു തരും. ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ SFIയോടൊപ്പം മാത്രം നിൽക്കണം. വേറെ ആരോടും നിൽക്കാൻ പാടില്ല, വേറെ ആരും അവിടെ വരാൻ പാടില്ല. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ക്യാമ്പസുകളുടെ ദുര്യോഗം. അതെ. ഈ ദുര്യോഗം മാറണമെങ്കിൽ നേരത്തെ ആരോ പറഞ്ഞു, കേരളത്തിലെ വിദ്യാർത്ഥികൾ വിചാരിക്കണം, ശ്യാമരാജാണെന്ന് എനിക്ക് തോന്നുന്നു, കേരളത്തിലെ വിദ്യാർത്ഥികൾ തീരുമാനിക്കണം SFI വിമുക്ത ക്യാമ്പസ് അതെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ സാംസ്കാരിക ക്യാമ്പസ്, സാംസ്കാരിക കേരളം ഉണ്ടാവുള്ളൂ.